ഒരു പുരോഹിതൻ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കേണ്ടവനാണെങ്കിൽ ആദ്യം അവൻ തന്നെ വിശുദ്ധീകരിക്കണം. സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ അവന് മറ്റുള്ളവർക്ക് വചനം പകർന്നു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം അവൻ ദൈവവചനത്താൽ നിറയണം. അവന് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കണമെങ്കിൽ അവൻ തന്നെ ക്രിസ്തുവിൻ്റെ പ്രകാശമുള്ളവനായിരിക്കണം. പ്രകാശത്തിലേക്ക് അവൻ തന്നെ വരണം. അവരെ ദൈവ സന്നിധിയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ തന്നെ ആദ്യമേ ദൈവ സന്നിധിയിലായിരിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രിഗറി നസ്യാൻസൻ പറഞ്ഞു വെച്ചത് ഇന്നും സത്യമാണ്. സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാനും, സ്വയം വചനം കൊണ്ട് നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ദൈവവചനം പകർന്നു കൊടുക്കുവാനും, സ്വയം കർത്താവിൻ്റെ പ്രകാശത്തിൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനും, സ്വയം കർത്തൃസന്നിധിയിലായിരുന്നുകൊണ്ട് മറ്റുള്ളവരെ കർത്തൃസന്നിധിയിലേക്ക് മാടി വിളിക്കുവാനും ഓരോ പുരോഹിതനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.